ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 7ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മലയാളം അടിസ്ഥാന പാഠാവലിയിലെ യൂണിറ്റ് 1 കതിർച്ചൂടും നാടിൻ പെരുമകൾ എന്നതിലെ രണ്ടാമത്തെ പാഠമായ കുമ്മാട്ടി എന്ന പാഠഭാഗവും അതിലെ എല്ലാ ചോദ്യങ്ങളും പ്രവർത്തനങ്ങളുമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. വിളവെടുപ്പിൻ്റെ ആരവത്തോടൊപ്പം മറ്റൊരു ഉണർവിൻ്റെ ആർപ്പുവിളികളും വാദ്യോഘോഷങ്ങളും ഉയരുന്നു. കുമ്മാട്ടി. തൃശ്ശൂർ ജില്ലയിലും പരിസരങ്ങളിലും ഓണക്കാലത്ത് ആർപ്പ് വിളിച്ച് വില്ലുകൊട്ടി വീടുകൾ തോറും കയറിയിറങ്ങി കുട്ടികളും ചെറുപ്പക്കാരും അവതരിപ്പിക്കുന്ന നാടോടിക്കലയാണ് ദേശക്കുമ്മാട്ടി. അനുഷ്ഠാനാംശം കുറഞ്ഞ പ്രാദേശിക കലാരൂപമായ കുമ്മാട്ടി ആദ്യകാലത്ത് മനകളിലും തറവാടുകളിലും നായന്മാർ അവതരിപ്പിച്ചിരിക്കുന്നതാണ്. ഇന്ന് ദേശത്തെ എല്ലാ ജാതിക്കാരും പങ്കെടുക്കുന്ന കൂട്ടായ്മയുള്ള ദേശോത്സവമായി ഇത് മാറിയിരിക്കുന്നു. കിഴക്കും പാട്ടുകര, കുറ്റുമുക്ക്, മരുതൂർ, എവനൂർ, അയ്യന്തോൾ, വിയ്യൂർ, ഊരകം എന്നിവിടങ്ങളിലാണ് ഇന്ന് പ്രധാനമായും കുമ്മാട്ടിക്കളിയുള്ളത്. ഗ്രാമീണ വീഥികളും മുറ്റങ്ങളും അരങ്ങായി ഉപയോഗിക്കുന്ന വിപുലമായ അവതരണ ഘടനയാണ് ഈ കലാരൂപത്തിനുള്ളത്. കാർഷിക സമൃദ്ധിയുടെയും ഗ്രാമീണ സംസ്കാര തനിമയുടെയും ആചാര സങ്കല്പങ്ങളാണ് ഈ വിനോദ കലകൾക്കുള്ളത്. ഓരോ ദേശക്കുമ്മാട്ടിയും ആശന്മാരും നേതൃത്വത്തിൽ പൊയ്മുഖങ്ങൾ ഒരുക്കുക, ചായം കൊടുക്കുക, കുമ്മാട്ടി പുല്ലു ശേഖരിക്കുക, വേഷം കെട്ടാനുള്ളവരെ തീരുമാനിക്കുക തുടങ്ങിയ അണിയറ ഒരുക്കങ്ങളാണ് ആദ്യം ചെയ്യുന്നത്. താൻ ഇന്ന വേഷം കെട്ടുകയാണെന്ന് ഓരോരുത്തരും നിശ്ചയിക്കുകയാണ് പതിവ്. തള്ള, പന്നി എന്നീ വേഷങ്ങൾ ചിലർ ഓരോ വർഷവും സ്ഥിരമായി കെട്ടുന്നു. ശരീരം മറക്കാനുള്ള ഔഷധ ഗുണമുള്ള പാർപ്പടക പുല്ല് തലേ ദിവസം തന്നെ ചെറുപ്പക്കാർ സംഘമായി ചെന്ന് ശേഖരിച്ചു പ്രത്യേക രൂപത്തിൽ മെടഞ്ഞു വെക്കുന്നു. പുല്ലിൻ്റെ കട നടുവിൽ വരുന്ന വിധത്തിൽ തല രണ്ടു ഭാഗത്തേക്കും അടുക്കി വെച്ച് കാഞ്ഞിരവള്ളി കൊണ്ടാണ് മൊടയുന്നത്. ഈ അവസരങ്ങളിൽ ഓണപ്പാട്ടുകൾ പാടും. പിറ്റേ ദിവസം രാവിലെ മിക്കവാറും രഹസ്യമായി ഒരിടത്ത് വെച്ചാണ് കുമ്മാട്ടി വേഷങ്ങൾ കെട്ടുന്നത്. വേഷക്കാരുടെ വ്യക്തിത്വവും ഓരോ സംഘടനക്കാരുടെ മുഖാവരണങ്ങളും പരസ്യമാക്കാതിരിക്കുന്നതിനാണിത്. മാറുകണക്കിന് നീളത്തിൽ മെടഞ്ഞ പുല്ല് കാലിൽ നിന്ന് മുകളിലേക്ക് കെട്ടുന്നു. കാലിലും കൈയിലും 3 കെട്ട്, മാറിലും ചുമലിലും അരയിലും ഓരോ കെട്ട് എന്നാണ് കണക്ക്. വ്യക്തിയെ അറിയാതിരിക്കാൻ തലയിൽ മുണ്ടുകെട്ടി അനുഷ്ഠാനപരമായ മുഖാവരണം വെക്കുന്നു. ദൈവാധീനത്തിനു വേണ്ടി ആദ്യം ഹനുമാനെയും കൃഷ്ണനെയും മുഖാവരണമാണ് കെട്ടുക. പന്നിക്ക് വാഴ്ചപ്പാണ് വേഷം. കുമ്മാട്ടി കെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ആർപ്പ് വിളിച്ച് അടുത്തുള്ള ആരാധനാലയത്തിൽ പോയി നാളികേരം മുഴക്കുന്നു. കിഴക്കും പാട്ടുകര കുമ്മാട്ടി സംഘം പനക്കുപുള്ളി ശിവക്ഷേത്രത്തിലും ഊരകം കുമ്മാട്ടി അമ്മത്തിരുവടിയിലും ക്ഷേത്രത്തിലും നമിച്ചുകൊണ്ടാണ് കളി ആരംഭിക്കുന്നത്. ഓരോ സംഘത്തിലും 5-6 കുമ്മാട്ടികളും സംഘനേതാവായ തള്ളയുമുണ്ടാകും. 4-5 പാട്ടുകാരും ഏകതാളത്തിൽ കെട്ടുന്ന 2-3 വില്ലുകെട്ടുകാരും ചേർന്നതാണ് ദേശക്കുമ്മാട്ടി. ഔപചാരികമായ അഭ്യാസക്രമങ്ങളിലെങ്കിലും കുമ്മാട്ടിയുടെ പ്രത്യേക ചുവടുകൾ ചെറുപ്പക്കാർ ചെയ്തു ശീലിക്കുകയാണ് ചെയ്യുന്നത്. ഓരോ കഥാപാത്രത്തിനും വേണ്ട ഭാവപ്രകടനങ്ങൾ വ്യക്ഷോഭങ്ങളും ആശാന്മാർ പറഞ്ഞു കൊടുത്തിരുന്നു. തിത്തോ ത്രിമൃതോ തീയ എന്ന കുമ്മാട്ടി വായ്ത്താരി പാടിക്കൊയ്ക്കൊട്ടി പാടുന്നവർക്കും കളിക്കുന്നവർക്കുമാണെങ്കിലും കഥാസന്ദർഭത്തിനനുസരിച്ച് ആംഗ്യങ്ങൾ കാണിക്കുന്നതിനും പകർന്നാടുന്നതിനും പന്നിയെ നായാടിപ്പിക്കുന്നതിനും പന്നിപ്പറച്ചിൽ എന്ന അഭ്യാസ സന്ദർഭം അഭിനയിക്കുന്നതിനും പരിശീലനം ആവശ്യമാണ്. കേരള ഫോക്ലോർ, CR രാജഗോപാലൻ. അപ്പോൾ ഇവിടെ കുമ്മാട്ടി, ദേശക്കുമ്മാട്ടിയെ കുറിച്ചിട്ടുമൊക്കെയാണ് ഇവിടെ പറഞ്ഞത്. ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളും പ്രവർത്തനങ്ങളും ഓരോന്നായി നോക്കാം. ആദ്യത്തേത് ചർച്ച ചെയ്യാം, കണ്ടെത്താം. പാഠഭാഗം വായിച്ച് കണ്ടെത്തിയ സവിശേഷതകൾ ചർച്ച ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. സൂചനകൾ. എന്താണ് കുമ്മാട്ടിക്കളി? അപ്പോൾ പാഠഭാഗം നമുക്ക് വായിച്ചാൽ മനസ്സിലാകും എന്താണ് കുമ്മാട്ടിക്കളി, കുമ്മാട്ടിക്കളുടെ വേഷ സവിശേഷതകൾ ഏതെല്ലാം, കുമ്മാട്ടിക്കളുടെ ആഘോഷരീതി എങ്ങനെയുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം ഇതിനൊക്കെ കുറിച്ചൊരു കുറിപ്പ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓരോന്നായി നോക്കാം. എന്താണ് കുമ്മാട്ടിക്കളി? അപ്പോൾ നമുക്ക് നോക്കാം. തൃശ്ശൂർ ജില്ലയിലും പരിസരങ്ങളിലും ഓണക്കാലത്ത് ആർപ്പ് വിളിച്ച് വില്ലുകൊട്ടി പ്രത്യേക വേഷം കെട്ടിയ വീടും തോറും കയറിയിറങ്ങി കുട്ടികളും ചെറുപ്പക്കാരും ചേർന്ന് അവതരിപ്പിക്കുന്ന നാടോടി കലയാണ് കുമ്മാട്ടി. ഗ്രാമവീഥികളിലും വീട്ടുമുറ്റങ്ങളിലും അരങ്ങേറുന്ന ഒരു കലാരൂപമാണിത്. അടുത്ത ചോദ്യം, കുമ്മാട്ടിക്കളിയുടെ വേഷ സവിശേഷതകൾ എന്തെല്ലാം? ഉത്തരം, ദേഹമാസകലം പർപ്പടക പുല്ല് വെച്ചു കെട്ടി മുഖത്ത് മുഖാവരണങ്ങളും അണിഞ്ഞാണ് കുമ്മാട്ടികൾ വരുന്നത്. ഒരു ദിവസം മുഴുവൻ കെട്ടിവെച്ചാലും ചൊറിയാത്ത ഔഷധ ഗുണമുള്ള
പർപ്പകട പുല്ലാണ് ഇതിന് ഉപയോഗിക്കുന്നത്. ആരാണ് കുമ്മാട്ടി വേഷങ്ങൾ കെട്ടുന്നത് എന്നത് രഹസ്യമായി വെക്കും. കുമ്മാട്ടികൾക്ക് ഹനുമാൻ, കൃഷ്ണൻ, തള്ള, പന്നി എന്നിങ്ങനെ വേഷങ്ങളാണ് ഉള്ളത്. ഒരു സംഘത്തിൽ 5-6 കുമ്മാട്ടികളും അവരുടെ നേതാവായ തള്ളയും 4-5 പാട്ടുകാരും വില്ലുകൊട്ടുകാരും ഉണ്ടാകും. അടുത്ത ചോദ്യം, കുമ്മാട്ടികളിയുടെ ആഘോഷരീതി എങ്ങനെയുള്ളതാണ്? ഉത്തരം, ഈ സംഘം വഴിയിലും വീട്ടുമുറ്റത്തും പാട്ടുപാടി കളിക്കും. ഓരോ ദേശക്കുമ്മാട്ടിയും അവരുടെ ക്ഷേത്രത്തിൽ നമിച്ചുകൊണ്ടാണ് കളി ആരംഭിക്കുന്നത്. മനോഹരമായ ഇമ്പമാർന്ന കുമ്മാട്ടിപ്പാട്ടുകൾ തിത്തോ തിരുമൃതോ തീയത്തോ വായ്ത്താരികൾ പാടി അഭിനയിക്കുന്നു. പന്നി പറച്ചിൽ എന്ന പന്നിയെ നായാടി പിടിക്കുന്ന അഭ്യാസങ്ങളും ഇടയിൽ ഉണ്ടാകും. ഇനി അടുത്ത പ്രവർത്തനം, വിശകലനം ചെയ്യാം, കുറിപ്പ് തയ്യാറാക്കാം. കാർഷികോത്സവങ്ങളും നാട്ടുത്സവങ്ങളും ജനമൈത്രി നിലനിർത്താൻ സഹായിക്കുന്നതെങ്ങനെ? പാഠഭാഗവും മറ്റ് സന്ദർഭങ്ങളും വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ ഇവിടെ വിശകലനം ചെയ്തിട്ട് കുറിപ്പ് എഴുതാനാണ്. എന്തൊക്കെയാണ് കാർഷികോത്സവങ്ങളും അതുപോലെ തന്നെ നാട്ടുത്സവങ്ങളും ജനമൈത്രി നിലനിർത്താൻ എത്രത്തോളം സഹായിക്കുന്നുണ്ട് എന്ന വിഷയത്തിൽ വിശകലനം ചെയ്യാനാണ്. അപ്പോൾ നമുക്ക് കുറിപ്പ് നോക്കാം. കുമ്മാട്ടിക്കളിയിൽ ചെറുപ്പക്കാർ ഗ്രൂപ്പായി തിരിഞ്ഞ് പർപ്പകട പുല്ല് ശേഖരിക്കുന്നു. തുടർന്നുള്ള ദിവസങ്ങളിലും അതിനോടനുബന്ധിച്ച് നിരവധി പ്രവർത്തനങ്ങൾ കൂട്ടായ്മയോടെ പൂർത്തിയാക്കേണ്ടതുണ്ട്. സംഘബോധം, കൂട്ടായ്മ, നേതാവിൻ്റെ അനുസരിക്കൽ എന്നിവയെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ കുമ്മാട്ടിക്കളി വിജയകരമായി ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സാമൂഹിക സാമ്പത്തിക സ്ഥിതി നോക്കാതെ വിവിധ തലങ്ങളിലുള്ള ജനങ്ങളുടെ കൂട്ടായ്മയുടെയും ഒത്തൊരുമിക്കലിൻ്റെയും ഫലമാണ് കുമ്മാട്ടിക്കളി. ഒത്തൊരുമിക്കലിൻ്റെ ഫലമാണ് പോലെയുള്ള മറ്റു നാട്ടുത്സവങ്ങളും കാർഷിക ഉത്സവങ്ങൾ എല്ലാം. സമൂഹത്തിൻ്റെ വൈവിധ്യങ്ങൾക്കിടയിൽ ജനങ്ങളെ ഒറ്റക്കെട്ടായി പിടിച്ചു നിർത്താൻ ഇത്തരം കൂട്ടായ്മകളും പ്രവർത്തനങ്ങളും അത്യാവശ്യമാണ്. അടുത്തത് കാർഷികോത്സവം. നമ്മുടെ നാട്ടിലുമുണ്ട് കാർഷികോത്സവങ്ങളും നാട്ടുത്സവങ്ങളും. കാളവേല. നാട്ടിലെ കർഷകരുടെ കൂടെ സഹായത്തോടെ സ്കൂളിൽ ഒരു കാർഷികോത്സവം, നാട്ടുത്സവം സംഘടിപ്പിക്കുക. കാർഷികോത്സവത്തിൻ്റെ നാട്ടുത്സവത്തിൻ്റെ പ്രചാരണത്തിന് നോട്ടീസ്, കാര്യപരിപാടി, പോസ്റ്റർ, ബാനർ എന്നിവ തയ്യാറാക്കുമല്ലോ. ഇവ ഡിജിറ്റലും തയ്യാറാക്കുക. അപ്പോൾ എന്താ പറയുന്നത്? അതായത് നമ്മുടെ സ്കൂളിൽ കർഷകരുടെ ഒക്കെ സഹായത്തോട് കൂടിയിട്ട് ഒരു കാർഷികോത്സവം അല്ലെങ്കിൽ നാട്ടുത്സവം തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് സ്കൂളിൽ ചെയ്യേണ്ടതാണ്. അപ്പോൾ അതിൻ്റെ പ്രചാരണത്തിന് വേണ്ടിയിട്ടുള്ള നോട്ടീസ്, കാര്യപരിപാടി, പോസ്റ്റർ, ബാനർ എന്നിവ തയ്യാറാക്കാനാണ്. അപ്പോൾ ബാനറൊക്കെ നമ്മൾ ഫോണിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലും ഒക്കെയാണ് ചെയ്യുന്നത്. അതുപോലെ പോസ്റ്റർ നമുക്ക് ചെയ്യാനറിയാം. പോസ്റ്ററിൽ എന്തൊക്കെയാണ്? നമ്മുടെ സ്കൂളിൻ്റെ പേര്, അതുപോലെ എന്താണ് നടക്കുന്നത്, ഏത് ദിവസമാണ് നടക്കുന്നത്, അതുപോലെ തീയതി, സമയം, എവിടെ വെച്ചാണ് നടക്കുന്നത്, ആരാണ് ഉദ്ഘാടനം ചെയ്യുന്നത്, അതൊക്കെ നമുക്ക് എഴുതാവുന്നതാണ്. അതുപോലെ തന്നെ കാര്യപരിപാടി എന്തൊക്കെ, അതായത് ആരാണ് പ്രാർത്ഥന ചൊല്ലുന്നത്, സ്വാഗതഗാനം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ളത് നമ്മൾക്ക് കണ്ടിട്ടുള്ളതാണ് നമ്മുടെ സ്കൂളുകളിലും അതുപോലെ തന്നെ നമ്മൾ വീടുകളിലൊക്കെ ഓരോരുത്തരും ഇങ്ങനെ പ്രചാരണത്തിന് വരുമ്പോഴൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അങ്ങനത്തെ നോട്ടീസ്, കാര്യപരിപാടി, പോസ്റ്റർ, ബാനർ എന്നിവ തയ്യാറാക്കാനാണ്. അത് ഡിജിറ്റലായിട്ട്, അതായത് ഫോണിലും ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കൂട്ടുകാർ ചെയ്യേണ്ട ഒരു പ്രവർത്തനമാണ്. ഇനി അടുത്ത പ്രവർത്തനം എന്ന് പറയുന്നത് വിവരണം തയ്യാറാക്കാം. ഞങ്ങൾ കണ്ട കാർഷികോത്സവം, നാട്ടുത്സവം എന്നതിനെ അടിസ്ഥാനമാക്കി ഒരു വിവരണം തയ്യാറാക്കുക. അപ്പം വിവരണമാണ് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. കാർഷിക ദിനവുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ നാട്ടിലെ കൃഷിഭവൻ നടത്തിയ കർഷകരെ ആദരിക്കൽ ചടങ്ങ് കാണാനാണ് 5ാം ക്ലാസ്സുകാരായ ഞങ്ങൾ പോയത്. ടീച്ചറുടെ നേതൃത്വത്തിലാണ് ഞങ്ങൾ പോയത്. കൃഷിഭവനും അതിനു മുന്നിലുള്ള സ്റ്റേജും മനോഹരമായി അലങ്കരിച്ചിരിക്കുന്നു. കൃഷി ഓഫീസർ ഞങ്ങളെ സ്നേഹപൂർവ്വം സ്റ്റേജിൻ്റെ ഒരു വശത്ത് കൊണ്ടുപോയി ഇരുത്തി. സ്വാഗതം, ഉദ്ഘാടനം, പരിപാടികൾ ശേഷം പഞ്ചായത്തിലെ മികച്ച കർഷകരെ ആദരിച്ചു. ഏറ്റവും മികച്ച കർഷകനായി തിരഞ്ഞെടുത്ത് ഞങ്ങളുടെ ക്ലാസ്സിലെ അഞ്ജനയുടെ അച്ഛനായ അഭിജിത്ത് ചേട്ടനായിരുന്നു. അദ്ദേഹത്തിന് പൊന്നാടയും അവാർഡും ട്രോഫിയും കിട്ടിയപ്പോൾ ഞങ്ങൾ സന്തോഷപൂർവ്വം കൈയടിച്ചു. മികച്ച തേനീച്ച കർഷകൻ, വനിതാ കർഷക തൊഴിലാളി, അങ്ങനെ നിരവധി കർഷകരെ ആ മനോഹരമായ വേദിയിൽ വെച്ച് ആദരിച്ചു. തുടർന്ന് നടന്ന കാർഷിക മേളയിലെ ഉൽപ്പന്നങ്ങൾ കണ്ടപ്പോൾ അത്ഭുതം തോന്നി. ആനച്ചേന, ഒരാളോളം വലിപ്പമുള്ള കപ്പ, പച്ചക്കറികളെല്ലാം കണ്ടപ്പോൾ നമ്മുടെ നാട്ടിലെ കർഷകരോട് ആദരം തോന്നി. തേനീച്ച സ്റ്റാളിൽ നിന്ന് ഒരു കുപ്പി തേൻ വാങ്ങി ടീച്ചർ ഞങ്ങൾക്ക് മധുരം നുണയാൻ തന്നു. അപകടം തീരെയില്ലാത്ത കുട്ടികൾക്കും വളർത്താൻ പറ്റുന്ന ചെറു തേനീച്ച വളർത്താൻ ഞാനും തീരുമാനിച്ചു. കൃഷിക്കാരുടെ കഠിനാധ്വാനവും അവർ നേരിടുന്ന പ്രശ്നങ്ങളും അവരുടെ ഉൽപ്പന്നങ്ങളും ഞങ്ങളുടെ മനസ്സിൽ മായാത്ത ചില ചിത്രങ്ങൾ വരച്ചു. നമുക്കും ഇങ്ങനെയൊക്കെ കൃഷി ചെയ്യാൻ സാധിക്കുമെന്ന ചിന്ത എനിക്കൊരു പുതിയ അറിവായിരുന്നു.
ഇനി അടുത്തത് ഡോക്യുമെൻ്ററി തയ്യാറാക്കാം എന്നതാണ്. നമ്മുടെ നാട്ടിലെ ആഘോഷങ്ങളും അനുബന്ധ വിവരങ്ങളും ഉൾപ്പെടുത്തി ഡോക്യുമെൻ്ററി തയ്യാറാക്കാം. അനുയോജ്യമായ ശബ്ദ വിവരണം കൂടി ഉൾപ്പെടുത്തുമല്ലോ. അപ്പോൾ ഡോക്യുമെൻ്ററി എന്ന് പറയുന്നതൊക്കെ എന്താണ്, നമ്മൾ കമ്പ്യൂട്ടറിലൊക്കെ ചെയ്യേണ്ടതാണ്. അപ്പോൾ അത് സ്കൂളിൽ നിന്ന് ടീച്ചറുടെ സഹായത്തോടൊപ്പം നിങ്ങളൊരു ഡോക്യുമെൻ്ററി തയ്യാറാക്കുക. അത് സ്കൂൾ പ്രവർത്തനമാണ്. ഇനി അടുത്തത് എന്താ, വരികൾ ചേർത്ത് പാടാമെന്നതാണ്. നെൽകൃഷിയുമായി ബന്ധപ്പെട്ട ഒരു നാടൻ പാട്ടാണ് ചുവടെ നൽകിയിരിക്കുന്നത്. കൂടുതൽ വിത്തിനങ്ങൾ ചേർത്ത് പാടുക. അപ്പോൾ വിത്ത് പുലിപ്പാട്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വരികൾ ചേർത്ത് പാടാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് പാടി നോക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളായിരുന്നു കുമ്മാട്ടി എന്ന് പറയുന്ന പാഠഭാഗത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിലെ ചോദ്യങ്ങളും പ്രവർത്തനങ്ങളും ഒക്കെ നമ്മൾ ചെയ്തു. അപ്പോൾ 2-3 പ്രവർത്തനങ്ങളുണ്ട്, അത് കൂട്ടുകാർ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇത്രയും കുമ്മാട്ടി എന്ന് പറയുന്ന പാഠഭാഗം നന്നായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോകളിലായിട്ട് ഇതിൻ്റെ അടുത്ത പാഠമായ വിത്തെന്ന മഹാത്ഭുതം എന്ന് പറയുന്ന പാഠഭാഗവും അതിലെ പ്രവർത്തനങ്ങളും ഒക്കെ നോക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.